നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് വെറും 2418 കോടി രൂപയാണ്. അതുപോലെ തന്നെ അത് എൻഗേജ് ചെയ്തിരിക്കുന്നത് മാനുഫാക്ചറിങ് ആൻഡ് അസംബ്ലി ഓഫ് വൈറ്റ് ഗുഡ് കമ്പോണൻസ്, അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് കമ്പോണൻസ്. കഴിഞ്ഞ 6 ക്വാർട്ടറുകളായിട്ട് പോസിറ്റീവ് റിസൾട്ട് മാത്രം നൽകുന്ന ഒരു കമ്പനിയാണ്. FY21 അപേക്ഷിച്ചിട്ട് FY22 മികച്ച രീതിയിൽ റവന്യൂവും അതുപോലെ തന്നെ പ്രോഫിറ്റും ഉണ്ടാക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വാല്യൂ ബൈ സോണിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. അല്ലെങ്കിൽ അത്യാവശ്യം ഇവിടെ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു 25 to 30% വരെ റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള ഒരുപക്ഷെ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. അപ്പോൾ നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഷാർദ മോട്ടോഴ്സ് ആണ്. കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് FY21 അപേക്ഷിച്ചിട്ട് FY22 ആൾമോസ്റ്റ് 30%-ലധികം റവന്യൂവിലൊരു വർധന വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ EBITDA നോക്കുകയാണെങ്കിലും ആൾമോസ്റ്റ് 77%-ലധികം ഒരു ഗ്രോത്ത് FY21 അപേക്ഷിച്ചിട്ട് FY22 സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 124% ആണ്. അതായത് FY21 അപേക്ഷിച്ചിട്ട് 22 67 നിന്നും 149 മാറിയിട്ടുണ്ട്. സോ ഫണ്ടമെൻ്റലി അത്യാവശ്യം മികച്ച കമ്പനിയാണ്. നമുക്കതിൻ്റെ റവന്യൂയിലൂടെ നോക്കാം. കൺസോളിഡേറ്റഡ് ഡേറ്റയാണ് നോക്കുന്നത്. റവന്യൂ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം റവന്യൂ ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ് പോകുന്നത്. നോക്കിയാൽ അറിയാൻ പറ്റും, മാർച്ച് 2020 ആൾമോസ്റ്റ് 240 crores ആയിരുന്നു. അത് സെപ്റ്റംബർ 2022 എത്തിയപ്പോൾ ആൾമോസ്റ്റ് 706.59 crores ആയിട്ട് മാറിയിട്ടുണ്ട്. അത്യാവശ്യം മികച്ച ഒരു ഫിഗർ തന്നെയാണ്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും അപ് ട്രെൻഡിൽ തന്നെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും പോകുന്നത്. സോ ഞാൻ എല്ലാ ഫാക്ടേഴ്സിലോട്ടും പോകുന്നില്ല. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും മാർച്ച് 2020 6.2 ആയിരുന്നു. അതിപ്പോൾ സെപ്റ്റംബർ 2022 എത്തിയപ്പോൾ ആൾമോസ്റ്റ് 54.67 ആയിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ ക്വാർട്ടർ അതായത് ജൂൺ 2022 45.23 ആയിരുന്നു. ഇപ്പോൾ അത് 54.67 ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെയാണ് നെറ്റ് പ്രോഫിറ്റിലും അതുപോലെ തന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സിലും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും റവന്യൂയിലും എല്ലാം സംഭവിച്ചിരിക്കുന്നത്. സോ അത്യാവശ്യം മികച്ച ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഇൻ കേസ് മാർക്കറ്റ് ക്രാഷ് ആവുകയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് കൂടെയാണ്. അതുപോലെ മറ്റ് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ കമ്പനി ലോ ഡെപ്റ്റ് ടു എക്വിറ്റി റേഷ്യോ ആണ്, അതായത് ആൾമോസ്റ്റ് 0 ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 6 ക്വാർട്ടറുകളായിട്ട് പോസിറ്റീവ് റിസൾട്ടാണ്. ദ കമ്പനി ഹാസ് ഡിക്ലെയർഡ് പോസിറ്റീവ് റിസൾട്ട്സ് ഫോർ ദ ലാസ്റ്റ് 8 കൺസിക്യൂട്ടീവ് ക്വാർട്ടേഴ്സിലായിട്ട് പോസിറ്റീവ് റിസൾട്ടാണ് കമ്പനി നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ROE എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 30 ആണ്. ROCE എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 40 ആണ്. അത്യാവശ്യം മികച്ച കമ്പനി തന്നെയാണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. ROCE എന്ന് പറയുന്നത് 40.4, അതുപോലെ ROE എന്ന് പറയുന്നത് 28.4. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഫ്രീ ക്യാഷ് ഫ്ലോ ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരുപക്ഷെ സ്വിങ്ങിനേക്കാൾ ഒരു ഷോർട്ട് ടേമിൽ അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് വേണ്ടി കരുതി വെക്കാവുന്ന ഒരു സ്റ്റോക്ക് കൂടെയാണ്. അതിൻ്റെ ഒരു ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 225 ആണ്. ഒരുപക്ഷെ നമ്മളൊക്കെ തന്നെ ഒരു വാല്യൂ ബൈ കൺസിഡർ ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രീ ക്യാഷ് ഫ്ലോ കൂടെ ബേസ് ചെയ്തിട്ടാണ്. അത്യാവശ്യം മികച്ച ഫ്രീ ക്യാഷ് ഫ്ലോ ആണ് ഈ കമ്പനി നൽകുന്നത്. സോ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിക്ക് തന്നെയാണ്. ഇനി നമുക്കതിൻ്റെ ടെക്നിക്കൽ ലെവൽസിലോട്ട് നോക്കാം. ഇവിടെ ഒരു ട്രെൻഡ് ലൈനാണ് വരച്ചിരിക്കുന്നത്. ആൾമോസ്റ്റ് വീക്ക്ലി ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു പോസിറ്റീവ് ട്രെൻഡിൽ നിൽക്കുകയാണ്. ഇവിടെ ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു റീട്രേസ്മെൻറ്റിന് ശേഷം ഇവിടെ നമ്മുടെ സ്വിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്കറിയാമായിരിക്കും. നമ്മൾ പലതരം സ്വിംഗ് സ്ട്രാറ്റജീസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ @സ്റ്റോക്ക് ഫ്രണ്ട് എന്ന് സ്വിച്ച് ചെയ്യുക. വല്ലപ്പോഴും സ്വിംഗ് കോൾസും അതുപോലെ തന്നെ സ്ട്രാറ്റജിയും ഒക്കെ ഞങ്ങളവിടെ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ജോയിൻ ബട്ടൺ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത്യാവശ്യം ചില ടെക്നിക്കൽ ക്ലാസ്സുകളൊക്കെ ഞാനിവിടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഒരു റീട്രേസ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഒരു കാര്യം നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു 30 ഡേ മൂവിങ് ആവറേജ് വെച്ചിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അതിൽ എപ്പോഴൊക്കെയാണോ അത് 30 ഡേ മൂവിങ് ആവറേജിന് താഴെ വന്നിട്ടുള്ളത് അത്യാവശ്യം ഒരു കറക്ഷൻ മോഡിലായിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അത്യാവശ്യം ഒരു 30 ഡേ മൂവിങ് ആവറേജിന് മുകളിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ മികച്ച റിസൾട്ടുമാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഒരു അത്യാവശ്യം ഒരു 10 to 15% നമുക്ക് സ്വിങ്ങിലും അതുപോലെ തന്നെ
ഷോർട്ട് ടേം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 20-30% വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും കമ്പനിയുടെ ഈ ഒരു പെർഫോമൻസ് വരും കാലങ്ങളിലും കാഴ്ചവെക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആൾമോസ്റ്റ് ഒരു 50-60 അല്ലെങ്കിൽ ഈവൻ 100% വരെ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനി. നിങ്ങളിത് റിസർച്ച് ചെയ്യുക, അനലൈസ് ചെയ്യുക, സ്വയം അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഈ സ്റ്റോക്കിൽ വാങ്ങണോ വിൽക്കണോ എന്നുള്ള ഡിസിഷൻ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് വീക്ക്ലി ചാർട്ടാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മികച്ച ഓൺ ബാലൻസ് വോളിയമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 30-day മൂവിങ് ആവറേജ് ആണ്. രണ്ടെന്ന് പറയുന്നത് ഒരു ട്രെൻഡിങ് സ്റ്റോക്കാണ്, അല്ലെങ്കിൽ ചെറിയൊരു റീട്രേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് മികച്ച ഓൺ ബാലൻസ് വോളിയമാണ്. അതുപോലെ തന്നെ മികച്ച ഡെലിവറിയും ഈ കമ്പനി കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ആഴ്ചകളായിട്ട് മികച്ച ഡെലിവറിയാണ് ഈ കമ്പനിയിൽ നടക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും കൊണ്ട് തീർച്ചയായിട്ടും ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ ഒരു സ്റ്റോക്കാണ്. ഒരു പക്ഷേ 10-15% ഈസി ആയിട്ട് ഈ സ്റ്റോക്കിൽ നിന്ന് കിട്ടിയേക്കാം. എഗെയിൻ ഇത് പഠനത്തിന് വേണ്ടിയിട്ടാണ്, ഒരിക്കലും നിങ്ങളിതൊരു ടിപ്പായിട്ട് കരുതരുത്. അപ്പോൾ നമുക്കിതിൻ്റെ വീക്ക്ലി ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനത് ഡെയിലി ചാർട്ടിലോട്ട് പോവാം. ഇത് ഡെയിലി ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഡെയിലി ചാർട്ടിലും ഒരു അപ് ട്രെൻഡ് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ ചാനൽ ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. മികച്ച ഓൺ ബാലൻസ് വോളിയവുമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഓൺ ബാലൻസ് വോളിയം നോക്കിയാലും തീർച്ചയായിട്ടും ഒരു അപ്സൈഡിലോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില മാസങ്ങളായിട്ട് അല്ലെങ്കിൽ ആഴ്ചകളായിട്ട് വോളിയം മികച്ച രീതിയിൽ കൂടി വരുന്ന ഒരു സ്റ്റോക്ക് കൂടെയാണ്. അതുപോലെ തന്നെ മൂവിങ് ആവറേജിന് മേളിലാണ്, അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം മികച്ച ഫണ്ടമെൻ്റൽസ് ഉള്ളതും മികച്ച രീതിയിൽ റിസൾട്ട് നൽകിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഒരുപാട് സ്വിംഗ് സ്ട്രാറ്റജീസും ഉണ്ട്. അത് ഇവിടെ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉയർന്നു വരുന്ന ഓൺ ബാലൻസ് വോളിയം, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ ട്രെൻഡ് ലൈനിൽ ഒരു എന്താ പറയുക, ഒരു പുൾ ബാക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ 30-day മൂവിങ് ആവറേജ് അല്ലെങ്കിൽ 20-day മൂവിങ് ആവറേജിനോട് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്ത ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, അത്യാവശ്യം മികച്ച റിസൾട്ടും അതുപോലെ തന്നെ മികച്ച ROEയും ROCയും ക്യാഷ് ഫ്ലോയും ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. സോ തീർച്ചയായിട്ടും ഈ കമ്പനി ഒരു പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അഗെയിൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ ഡിസൈഡ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം ഒരുപാട് പേര് വീഡിയോ കാണുമെങ്കിലും വളരെ കുറച്ച് പേരെ അത് ലൈക്ക് ചെയ്യാറുള്ളൂ. ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ജോയിൻ ബട്ടണുണ്ട്. അതുവഴി നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അത്യാവശ്യം ചില ടെക്നിക്കൽ അതുപോലെ തന്നെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ @stock fund അല്ലെങ്കിൽ trade4living എന്ന് സെർച്ച് ചെയ്യുക.